ശ്രീ കെന്നഡി കരിമംഗാലയിൽ ആ പറഞ്ഞതിനെല്ലാം ഒറ്റ വാക്കിൽ ചുരുക്കിക്കൊണ്ട് ചോദിക്കാം, എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇപ്പോഴുള്ള ആശങ്ക മാറ്റുന്ന രീതിയിലുള്ള ഒരു പരാമർശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല? എന്തുകൊണ്ട് മണിപ്പൂർ സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് ക്രിസ്മസ് വിരുന്നിനെത്തിയ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ശ്രമിച്ചില്ല? അതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നിടത്ത് ആ വിരുന്ന് ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു? അപർണ, ഒരു 2 ദിവസത്തിന് ശേഷമാണെങ്കിലും എന്നെ കേൾക്കുന്ന ന്യൂസ് 18 പ്രേക്ഷകർക്കെല്ലാം സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. ക്രിസ്ത്യാനികളെ പറ്റി പറയാൻ, ക്രിസ്ത്യാനികളെ കുറിച്ച് സംസാരിക്കാൻ, ക്രിസ്ത്യാനികളുടെ വേദനകളെ കുറിച്ച് പറയാൻ ഷൈജു ആന്റണിക്ക് എന്ത് അവകാശം? അദ്ദേഹം ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ തറപ്പിച്ച് ചോദിക്കട്ടെ. ക്രിസ്തു ഡിസംബർ 25 ജനിച്ചിട്ടില്ല എന്നും ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, ഓട്ടോ ഇടിച്ച് ചത്താണെന്നും പറഞ്ഞു നടക്കുന്ന തേലക്കാടിനെ ആത്മീയ ഗുരുവായി തലയിൽ ചുമക്കുന്ന ഷൈജു, താങ്കൾക്ക് ക്രിസ്ത്യാനികളെ പറ്റി പറയാൻ എന്തിന്റെ അവകാശമുണ്ട്? താങ്കൾ ക്രിസ്ത്യാനിയാണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചാൽ ഇവിടെ ആരും ക്രിസ്ത്യാനിയായി താങ്കളെ കണക്കാക്കില്ല. സീറോ മലബാർ സഭയിലെ കാര്യം മാത്രം ഞാൻ പറയാം. 35 രൂപതകളിൽ 34 രൂപതകളും നിങ്ങളുമായി ബന്ധമില്ല. ഇനി എറണാകുളം അങ്കമാലിയിലെ കാര്യം മാത്രം എടുത്താലും നിങ്ങൾ തലയേക്കേറ്റി വെച്ചിരുന്ന പാറക്കാട്ടിൽ തിരുമാനിയുടെ കിടങ്ങൂർ ഇടവകയിൽ പോലും ഐക്യ കുർബാന അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി തള്ളുന്ന സ്ഥിതിയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ക്രിസ്ത്യാനിയെ പറ്റി ശബ്ദിക്കാൻ നിങ്ങൾക്കുള്ള അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ബോധപൂർവം ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടെ ഇന്നലെയും കഴിഞ്ഞ ദിവസവും നിങ്ങൾ മറ്റൊരു ചാനലിൽ വരുന്ന മണിപ്പൂരിലെ താളം തള്ളുന്ന ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണിപ്പൂർ മാത്രം വരുന്നത്? ഒരു ഇന്ത്യക്ക് ഒരു ശക്തനായ പ്രധാനമന്ത്രിയെ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം താങ്കളെ പോലെ വർഗീയത പറയണമെന്നാണോ? അവിടെ വന്നിരുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിലുള്ള മണിപ്പൂരിനെ കുറിച്ച് പറയുന്നവരെല്ലാവരും അങ്ങനെയാണോ? ശ്രീ കെന്നഡി കരിമംഗാലയിൽ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ജോസഫ് പാംബ്ലാനി അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ മണിപ്പൂരിൽ നടക്കുന്ന വംശഹത്യയാണെന്ന്. അത് പറഞ്ഞ ഒരുപാട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇവിടെ ഉണ്ടല്ലോ. ഈ ഫാദർ ബാബു ഫ്രാൻസിസിന്റെ കാര്യം പൂർത്തിയാക്കാൻ അനുവദിപ്പിക്കുക. അല്ല പറയട്ടെ, ഫാദർ ബാബുവും തോമായും അവിടെ നിൽക്കട്ടെ ഷൈജു. ഞാൻ പറയാം, ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടക്കുന്ന സ്ഥലങ്ങൾ എണ്ണി ഞാൻ പറഞ്ഞുതരാം. കാരണം ക്രിസ്ത്യാനിറ്റി ആഗോള സഭയാണ്, ലോകത്താകമാനമുള്ള സഭയാണ്, അല്ലാതെ ഇന്ത്യയിൽ മാത്രമുള്ള സഭയല്ല. അതുകൊണ്ട് Aparna, please let me complete my words. Why you are trying to എന്തിനാണ് എന്റെ വായിലേക്ക് കുത്തിക്കേറ്റുന്നത്? ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ക്രൈസ്തവ സഭ ആഗോള സഭയാണ്. ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ മണിപ്പൂരിലേക്ക് തിരിച്ചു വരും. ഞാൻ പറയുന്നു, നോർത്ത് കൊറിയയിൽ കമ്മ്യൂണിസ്റ്റുകളാൽ പീഡിപ്പിക്കപ്പെടുന്നു, സൊമാലിയയിൽ ഇസ്ലാമിക് ഓപ്പറേഷൻ നടക്കുന്നു, യമനിൽ ഇസ്ലാമികളാൽ പീഡിപ്പിക്കപ്പെടുന്നു, എറിട്രിയയിൽ ഡിക്റ്റോറിയലായി പീഡിപ്പിക്കപ്പെടുന്നു, ലിബിയയിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, നൈജീരിയയിലും അതുതന്നെ, പാകിസ്ഥാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, ഇറാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, സുഡാനിൽ ഇസ്ലാമിക് ഓപ്പറേഷനാണ്, സിറിയയിൽ അത് നടക്കുന്നു, സൗദി അറേബ്യയിലും ഈ ലോകത്ത് മ്യാൻമറിലടക്കം ലോകത്ത് മുഴുവൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊരു വാക്ക് പറയാതെ മണിപ്പൂർ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം. അദ്ദേഹം ഒരു ക്രിസ്മസ് വിരുന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ മതമേ ഈ ജനറലൈസ് ചെയ്ത് പറയുന്നിടത്ത് നിങ്ങൾ മണിപ്പൂരിനെ ചെറുതാക്കുന്നു കെന്നഡി കരിമംഗാലയിൽ. അല്ല, മണിപ്പൂരിനെ ചെറുതാക്കുകയല്ല. ഷൈജു എന്ന് പറയുന്ന തനിവർഗീയവാദി ഇവിടെ വന്നിരുന്ന് ക്രിസ്ത്യൻ വേഷം ചെന്നായയുടെ ആ തോലെടുത്ത് അണിഞ്ഞിട്ട് ആട്ടിൻ തോലിന്റെ ഇട്ട ചെന്നായയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ള ലേബലിൽ ഇവിടെ വന്നിരുന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മണിപ്പൂരിൽ എന്താണ് നടന്നത്? ക്രിസ്ത്യൻ ഹിന്ദു ആക്രമണമാണെന്ന് എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. എവിടെയെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു റയറ്റായിട്ട് എന്തെങ്കിലും പക്ഷേ ശ്രീ കെന്നഡി കരിമംഗാലയിൽ ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടൊരു വിഷയമാകുമ്പോൾ മണിപ്പൂരിൽ നടന്നത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെയുള്ള ആക്രമണമേ അല്ല എന്ന രീതിയിൽ താങ്കൾ പറയുന്നു. അവിടെ ആക്രമിക്കപ്പെട്ടത് മുഴുവൻ ക്രിസ്ത്യൻ പള്ളികളാണ്. പറഞ്ഞില്ല.
ഞാനല്ലെന്ന് പറഞ്ഞില്ല. ഒരു ക്രിസ്ത്യൻ ഹിന്ദു റൈറ്റ് അല്ല. ഈ പലരും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അതിലേക്ക് അപർണ വീട് കൊടുക്കരുത്. അതൊരിക്കലും ഒരു ക്രിസ്ത്യൻ ഹിന്ദു റൈറ്റ് അല്ല. എന്തുകൊണ്ട് ഒരു മറ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നേരെ ഒന്നും ഒരാക്രമണം അവിടെ റിപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ഒരു ഹിന്ദുവിന്റെ ആരാധനാലയത്തിന് നേരെ അവിടെ ആക്രമണം ഉണ്ടായില്ല? ആക്രമണം ഉണ്ടായത് സ്വാഭാവികമായി അല്ല. നോക്കൂ, തെറ്റ് മെയ്ത്തികളുടെ അടക്കമുള്ള ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പറയരുത്. പിന്നെ ഒന്ന്, ഇവര് പറയാൻ ശ്രമിക്കുന്ന മെയ്ത്തികളെ നരേന്ദ്രമോദിയും RSSും നേരിട്ട് സഹായിച്ചുവെന്നും ഏതാണ്ട് അത്തരത്തിലുള്ള വഴിവിട്ട സഹായം കൊടുത്തെന്നാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെങ്കിലും അത്തരം തെറ്റിദ്ധാരണ പരത്തരുത്. കാരണം മെയ്ത്തികൾ ഗവൺമെന്റിനെതിരെ സംസാരിച്ചു, മെയ്ത്തികൾ മിലിറ്ററിക്കെതിരെ നീങ്ങി, മെയ്ത്തികൾ മിലിറ്ററി ക്യാമ്പ് ആക്രമിച്ചു. അതെന്താ നിങ്ങൾ മറച്ചു വെക്കുന്നത്? ഒരിക്കലുമല്ല. ഈ ആശങ്കകളെല്ലാം അഡ്രസ് ചെയ്യുന്നവരാണ് കേന്ദ്ര നേതൃത്വമെങ്കിൽ, കൃത്യമായ സമയത്ത് ഈ വിഷയം പാർലമെന്റിൽ അഡ്രസ് ചെയ്തിട്ടുള്ളവരാണ് കേന്ദ്ര നേതൃത്വമെങ്കിൽ, എന്തുകൊണ്ട് ക്രിസ്മസ് വിരുന്നിൽ ആ രീതിയിലുള്ള ഒരു സംഭാഷണം ഉണ്ടാകാമായിരുന്നു? ഒരു ഉറപ്പ് കൊടുക്കാമായിരുന്നില്ലേ? അതൊരു ക്രിസ്മസ് സമ്മാനമായി മാറുമായിരുന്നില്ലേ? ഒരു ഉറപ്പ് കൊടുക്കാമായിരുന്നില്ലേ? ഈ രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ടാവുകയില്ല, ഇനി മണിപ്പൂർ ആവർത്തിക്കുകയില്ല എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാളും വലിയൊരു ക്രിസ്മസ് വിരുന്ന് മറ്റോ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ ശ്രീ കെന്നഡി കരിമ്പങ്കാലേ? അപർണ, ഈ വർഗീയവാദികളുടെ കൊട്ടേഷൻ അപർണ എടുക്കരുത് ദയവേത്. ഇത് നെഹ്റുവിന്റെ കാലം മുതലേ, ഇന്ത്യ ഉണ്ടായ കാലം മുതൽ തന്നെ അവിടെ നിലനിൽക്കുന്ന വിഷയമാണ്. ഒരു ക്രിസ്മസിന് ക്രിസ്തുവിന്റെ ജനനവുമായി ചേർന്നൊരു പാർട്ടി മാത്രമാണ്, ഇതൊരു രാഷ്ട്രീയ നീക്കമേ അല്ല എന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞിരിക്കെ അവിടെ വന്നിരുന്ന് മെയ്ത്തികളെ എല്ലാം കാലുപുരിക്ക് അയച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കണമെന്നൊക്കെ അപർണയെ പോലെ ഒരാൾ പറയരുത്. വർഗീയവാദികൾ പറഞ്ഞുകൊണ്ട് കിടക്കട്ടെ. അവർക്ക് രാഷ്ട്രത്തിന്റെ ഉന്നമനമല്ല, രാജ്യത്തിന്റെ ഉന്നമനമല്ല, രാജ്യത്തിന്റെ നന്മയല്ല, രാജ്യത്തിന്റെ കെട്ടുറപ്പല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. ഇന്ത്യയെ അരക്ഷിത അവസ്ഥയിൽ എത്തിക്കണം. അതായത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന വർഗത്തിൽപ്പെട്ടവരാണ് ഈ ഷൈജു അടക്കമുള്ളവര്. ഹമാസിന് വേണ്ടി പോസ്റ്റിട്ടവരാണ്. കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് ഹമാസ്, എന്താണ് നിലപാട് കൂടിയാണ് ശ്രീ കെന്നഡി കരിമ്പിൽ. പ്രധാനമന്ത്രി എന്ത് നിലപാടെടുക്കുന്നു? ഈ അൺസർട്ടനിറ്റി, ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിലെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വിഷയം പോലും താങ്കൾ അവഗണിക്കുകയാണോ? അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ യാതൊരു ഇൻസെക്യൂരിറ്റിയും ക്രിസ്ത്യൻ സമുദായത്തിന് എവിടെയും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് ചർച്ച നോക്കൂ അപർണ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞു, എങ്ങും പ്രശ്നമില്ല എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നടക്കുന്നില്ല എന്നോ ഞാൻ പറയുന്നില്ല. മേഘാലയയിലും മിസോറാമിലും മണിപ്പൂരിലും അടക്കം ഒരു 3-4 സ്റ്റേറ്റിലെങ്കിലും ഏതാണ്ട് 75%, 80%, 85% ഇന്ന് ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റുകളാണ്. അതായത് ഏതാണ്ട് ഹിന്ദു രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഭാരതത്തിൽ ഇന്ത്യയിലെ ഇന്ന് 3 സംസ്ഥാനങ്ങളെങ്കിലും 75-80% മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണെന്ന് മറച്ചു വെക്കരുത്. മതം പ്രചരിപ്പിക്കാനും മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനും മതം മാറ്റാനും അത് ഉപയോഗപ്പെടുത്തി എന്നത് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം തീവ്രവാദികൾ പറയുമ്പോൾ അതിന് ചൂട്ടുപിടിക്കരുത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എവിടെയെങ്കിലും ചെറിയ ചെറിയ അസഹിഷ്ണുതകൾ ഉണ്ടാവാം. അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇത് തന്നെയാണ്. അനാദികാലം മുതൽ ഈ പറയുന്ന 2-3 സ്റ്റേറ്റ് ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റ് ആയിരുന്നോ? അല്ല. അപ്പോ ഇന്ത്യയിൽ മതം പ്രചരിപ്പിക്കുന്നതിനും മതം മാറ്റുന്നതിനും കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേത്? ഇവർ ഉത്തരം പറയട്ടെ. അല്ല എന്ന് അത്രയും ശതമാനം അവിടെ ക്രിസ്ത്യൻസ് ഇല്ല എന്ന് ഇവർ പറയട്ടെ. ഈ 75-80% ഈ 2-3 സ്റ്റേറ്റിൽ അവർ പറയട്ടെ. അവിടെ BJP ഭരിക്കുന്നു, അവിടെ BJP ഭരിക്കുന്നുവെന്ന്. അത് ഈ 9 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റമല്ല ശ്രീ കെന്നഡി കരിമ്പങ്കാലേ. ഈ 9 വർഷം കൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നേടിയെടുത്ത നേട്ടമായിട്ട് പറയുകയാണോ താങ്കൾ? ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന, ഈ മുതല കണ്ണീരൊലിക്കുന്ന ഇവര് മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്റ്റേറ്റുകളിൽ BJP ആണ് ഭരിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം ഈ പൊട്ടന്മാർ. ഇവർ അവർക്ക് വേണ്ടി കരയണ്ട. അവർക്കറിയാം എന്താ നടക്കുന്നതെന്ന്. അവരുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് വ്യക്തതയുണ്ട്. ഇവരും മോങ്ങണ്ട. ഇവർ കേരളത്തിലെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് മാധ്യമങ്ങൾ നിന്നു കൊടുക്കരുത്. ഇവർ തെറ്റിദ്ധാരണ പരത്തുന്നവരാണ്. അതിന് വഴങ്ങരുത്. ശ്രീ കെന്നഡി കരിമ്പങ്കാലേ, ക്രിസ്മസ് വിരുന്നിൽ രാഷ്ട്രീയമുണ്ടോ, രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല എന്നുകൂടി താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നു?
നോക്കൂ, ഞാൻ ഒരു BJP പ്രവർത്തകനല്ല, BJPയുടെ അംഗത്വം എനിക്കില്ല. BJPയുടെ വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് അതൊരു രാഷ്ട്രീയപരമായ ഒരു ചടങ്ങായിരുന്നില്ല എന്നാണ്. ആ അർത്ഥത്തിൽ പ്രധാനമന്ത്രിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലടക്കം ക്രിസ്ത്യാനികളുടെ നിസ്തുല സേവനത്തെക്കുറിച്ചൊക്കെ പുകഴ്ത്താനാണ് ശ്രമിച്ചത്. രാഷ്ട്രീയം അതിനകത്തില്ല എന്ന് പറയുന്നു. പക്ഷേ അരിഭക്ഷണം കഴിക്കുന്ന മലയാളികളായ നമുക്കറിയാം കൃത്യമായൊരു രാഷ്ട്രീയം അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ന്യൂസ് 18 ഇന്ന് ഈ പ്രൈം അവറിൽ അത് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മുമ്പ് എന്നത്തെക്കാളും ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുക്കുന്നു. UDFന്റെയും LDFന്റെയും അടി പതറുന്നു. BJPക്ക് അനുകൂലമായ ഒരു വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു എന്ന് ആരൊക്കെയോ ഭയക്കുന്നതിന്റെ ചില തെളിവുകൾ കൂടിയാണ് അപർണ ഇത്. എന്താ താങ്കൾ അംഗീകരിച്ചതിൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത ചർച്ചയിലേക്ക് കടക്കാം.